ഹലോ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എ ലൈൻ കുർത്തിയാണ്. അതിനായിട്ട് നമ്മൾ ക്ലോത്ത് 4 ഇങ്ങനെ മടക്കി വെച്ചതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഇതിൻ്റെ ലെങ്ത്താണ് എടുക്കേണ്ടത്. അപ്പോൾ ലെങ്ത്ത് എടുക്കുക. 40 ഇഞ്ച് ലെങ്ത്തും 1.5 സീം അലവൻസും ആയിട്ടുള്ളതാണ് ആദ്യം കൊടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ ആം ഹോളും 7 ഇഞ്ചാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും കറക്റ്റാണോന്ന് ഒന്ന് നോക്കിയിട്ട് വേണം ആം ഹോളിൻ്റെ ലൈന് വരച്ചെടുക്കാൻ. ഇനി അടുത്തതായിട്ട് നമുക്ക് ആം ഹോളിൻ്റെ നേരെ ആയിട്ട് നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ടിൽ നിന്ന് 4/1 ഭാഗമാണ് നമ്മളിതിൽ മാർക്ക് ചെയ്യുക. ചെസ്റ്റ് മാർക്ക് ചെയ്യാം. 1.5 സീം അലവൻസ് ആയിട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വേസ്റ്റ് മാർക്ക് ചെയ്യുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ വേസ്റ്റ് ലൈന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ വേസ്റ്റ് ലൈനും സീറ്റ് ലൈനും ലെങ്ത്തും നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 13.5 ഇഞ്ച്. ബ്രസ്റ്റ് സൈസൊക്കെ കൂടിയ ആൾക്കാർക്കാണെങ്കിൽ ഒരു 14 ഇഞ്ചൊക്കെയാണ് എടുക്കേണ്ടത്. ഇനി സീറ്റ് ലെങ്ത്തും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് മാർക്ക് ചെയ്യുക. അതുപോലെ സീറ്റ് മാർക്ക് ചെയ്തെടുക്കുക. സീറ്റ് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ചെസ്റ്റിൻ്റെ അളവാണെങ്കിലും കൂടിയിട്ട് സീറ്റിൻ്റെ അവിടെ കുറച്ച് ലൂസായിക്കോട്ടെ. എ ലൈൻ കുർത്തിയല്ലേ, അതുകൊണ്ട് അങ്ങനെയാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി തായ് ഭാഗത്തുനിന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് ആ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിലേക്കാണ് കേട്ടോ നമ്മൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കേണ്ടത്. തായ് ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നീട് ആം ഹോൾ വരച്ചെടുക്കുക. ബാക്കി ഷേപ്പുകളൊക്കെ വരച്ചെടുക്കുക. വേസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്യുന്നത് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അളവ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ ഷേപ്പ് ചെയ്ത് തായ് ഭാഗം വരെ വരച്ചെടുക്കുക. അടുത്തതായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ വരച്ച ഈ ഷേപ്പിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടാണ് നെക്കൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. നമ്മൾ നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗം കൊടുക്കുന്നത് നമ്മൾ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടാണ്. അതുകൊണ്ട് ബാക്ക് നെക്ക് മാത്രമേ നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കാനുള്ളൂ. അതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ ആ ഇടയിലൂടെ ഇട്ടിട്ട് കത്രിക ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യലാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്ക് ഭാഗം മാത്രം മാർക്ക് ചെയ്യുക. 3 കാലാണ് കേട്ടോ. നെക്ക് വൈഡ് നമുക്ക് 3 കാലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ കിട്ടേണ്ടത്. അപ്പോൾ 3 ഇഞ്ചാണ് നമ്മൾ നെക്ക് വൈഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ലെങ്ത്ത് 3 ഇഞ്ചുമാണ് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. ബാക്കിൽ ക്യാൻവാസ് പേപ്പറിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 3 കാല് തന്നെ കറക്റ്റ് ആക്കിയിട്ട് വേണേ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ക്ലോത്തിൽ മാത്രമായിട്ട് നെക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ഒരു 4 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്തിൻ്റെ മാത്രം ആം ഹോൾ കുറച്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. 4 ഫോൾഡ് ആക്കിയിട്ട് തന്നെയാണ് നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ക്ലോത്തിൻ്റെ വീതിയിൽ തന്നെ മടക്കിയിട്ട് എനിക്ക് അതിൻ്റെ ആം ഹോളിൻ്റെ വീതിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ സ്ലീവ് മടക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഫസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അതിനോടൊരു 6 ഇഞ്ച് കൂട്ടിയെടുക്കുക.
ഇതൊരു ചുരിയായിട്ടുള്ളൊരു സ്ലീവാണ്. അതുകൊണ്ട് ഒരു 6 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഇനി ഒരു നമ്മളെ സ്ലീവിൻ്റെ ഒക്കെ ഒരു 5-6 വരുന്ന ഭാഗത്തുള്ള വീതി മാർക്ക് ചെയ്യാം. സീം അലവൻസ് ആയിട്ട് നമ്മൾ 1.5 തന്നെയാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. 1 ഇഞ്ച് ആയാലും മതി. പിന്നെ താഴ്ഭാഗം 4 ഇഞ്ച്, അതിനും 1.5 സീം അലവൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ആ ഭാഗം 3.5 ഇഞ്ചായിട്ടാണ് താഴ്ത്തി കൊടുത്തത് സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുന്നതിന്. എന്നിട്ട് ഇതിലൂടെ ഷേപ്പ് ചെയ്ത് നമ്മൾ ഈ വരച്ചതിലൂടെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കുക. ഈ വരച്ചത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സെൻറ്റർ ഭാഗത്തൊരു നോച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ ലൈനിങ് സ്ലീവിൻ്റെ അതേ കറക്റ്റിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ടോപ്പിൻ്റെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് 1.5 ഇഞ്ച് ലെങ്ത്ത് കുറച്ചിട്ടാണ്. ബാക്കി എല്ലാ മെഷർമെൻറ്റും കറക്റ്റാണ്. നമ്മളിതാ ലൈനിങ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ലൈനിങ് ആദ്യം വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് നല്ല പീസ് വെക്കുക. എന്നിട്ട് ഫ്രണ്ട് ഭാഗം ഞാൻ പറഞ്ഞല്ലോ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്യാൻവാസൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ക്യാൻവാസൊക്കെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതാ ക്യാൻവാസൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വീനെക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റ് സെൻറ്റർ ഭാഗത്തിന് വെച്ച് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുക. സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. ഇത് തീരെ പിടിച്ചാൽ കിട്ടാത്തൊരു ക്ലോത്താണ്, അതുകൊണ്ട് തന്നെ പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗം ആദ്യം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഈ നെക്കിൻ്റെ സെയിം ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ക്യാൻവാസിൻ്റെ മുകളിലൊന്നും കയറി പോവാത്ത വിധം ആ കറക്റ്റ് നമ്മളെങ്ങനെയാണോ കട്ട് ചെയ്തത് അതിലൂടെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. 4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. 4 ഇഞ്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് പ്രസ് ചെയ്തടിക്കുകയാണ്. പ്രസ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ലൈനിങ്ങിൻ്റെ മുകളിൽ മാത്രമായിട്ട് നമ്മൾ മറിച്ചിട്ട് ആ പീസ് ഉണ്ടല്ലോ, ആ പീസ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ചതുരത്തിലുള്ള ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 3 സൈഡും മടക്കിയിട്ട് ഈ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ആ സ്റ്റെപ്പാണ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് നെക്ക് നമ്മൾ മുമ്പേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ സെൻറ്റർ ഭാഗം നോച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നെക്ക് വൈഡ് ലൈനിങ്ങിൻ്റെ മുകളിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതേ സ്ഥാനത്തേക്ക് നെക്ക് കട്ട് ചെയ്തത് വെച്ചിട്ട് പിൻ ചെയ്തിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് വേണ്ട സ്റ്റെപ്പ് ഷോൾഡർ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇപ്പം ചെയ്യൂല,
ഷോൾഡർ കൂട്ടിയതിന് ശേഷമാണ് കേട്ടോ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗം ഉൾഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ. എന്നിട്ട് ഷോൾഡർ കൂട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. ഷോൾഡർ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതാ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് ഭാഗവും 2 പ്രാവശ്യമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് റൗണ്ട് ചെയ്തിട്ട് ഇപ്പുറത്ത് ഷോൾഡറിലേക്ക് വരുന്ന രീതിയിൽ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് സ്ലീവൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല. സ്ലീവൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ സൈഡ് കൂട്ടിയെടുക്കുമ്പോൾ നമ്മൾ വേസ്റ്റ് വരെ, സ്ലീവ് മുതൽ വേസ്റ്റ് വരെ നമ്മൾ ലൈനിങ്ങോട് കൂടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അവിടെ വരെ അത് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള അളവ് നമ്മൾ മെയിൻ ക്ലോത്തിലാണ് നമ്മൾ ബാക്കിയുള്ള വേസ്റ്റിൻ്റെ അവിടെ നിന്നും സീറ്റ് മുതൽ താഴ്ഭാഗം വരെയുള്ളത് മാർക്ക് ചെയ്ത് ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ ഇങ്ങനെ കൂടി നിൽക്കില്ല കേട്ടോ. ഒരു പുറത്ത് നമ്മൾ കാണുമ്പോൾ നല്ല ഫിനിഷിങ് ആയിരിക്കും. താഴ്ഭാഗം ചെറുതായിട്ടാണ് ഞാനിത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ ഇത് വേണ്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.